ഇമ്പാക്ട് വാർത്തയിലേക്കാണ്. 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇടുക്കി മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി മുടങ്ങിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം പോലും ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളുടെ വാർത്ത കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ട സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അടക്കം ഇടപെട്ടത്. കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ലഭിച്ചിരിക്കുന്നു. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്റ്റ് ആണ്. ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, നമ്മൾ ഇനിയിപ്പോൾ ആ കുട്ടികളുടെ സന്തോഷം നിറഞ്ഞ ചിരി നിറഞ്ഞ ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ബിനീഷ്, തീർച്ചയായിട്ടും കാളിദാസ്, വലിയ സന്തോഷത്തിലാണ്. ഞാൻ ഈ ദൃശ്യങ്ങളടക്കം പകർത്താൻ പോയപ്പോൾ തന്നെ കുട്ടികൾ വലിയ സന്തോഷത്തിലാണ്. സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് പഠിക്കുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം തിരിച്ചു വരുമ്പോൾ തന്നെ കുട്ടികളെല്ലാം തന്നെ ഒന്നിച്ച് താങ്ക് യു എന്നുള്ളൊരു നന്ദി പ്രകടനം കൂടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള സന്തോഷമാണ് നമുക്ക് ഉളവാക്കിയത്. കാരണം ഇത് ഏറ്റവും ആദ്യം തന്നെ കേരള വിഷൻ ന്യൂസാണ് ഇവരുടെ ഒരു ദുരിതം വാർത്തയാക്കി പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചിരുന്നു. തീർച്ചയായിട്ടും സ്കൂളിലേക്ക് വൈദ്യുതി ലഭിക്കാനുള്ള നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ഒരു പ്രതികരണം നൽകിയിരുന്നു. ഈ പ്രതികരണം കിട്ടിയ ഉടനെ തന്നെ ഈ പഞ്ചായത്ത് ഉടനെ തന്നെ ഇവിടെ താൽക്കാലികമായി നമ്പർ അനുവദിക്കുകയായിരുന്നു. ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ ഇടപെട്ട് വൈദ്യുതി എത്തിച്ചു. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു. ഏതായാലും 2 മാസത്തെ ഒരു കാത്തിരിപ്പിനാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു വൈദ്യുതി ലഭിച്ചത്. ഈ വൈദ്യുതി ലഭിക്കാത്തത് മൂലം വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇവിടുത്തെ സ്കൂൾ ഓഫീസിന്റെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്ലാസ് പ്രവർത്തിക്കാത്തതും കുട്ടികൾ ഇരുട്ടത്തിരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ, ഇതെല്ലാം തന്നെയായിരുന്നു കൃത്യമായി നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിലേക്കും പ്രേക്ഷകരിലേക്കും എല്ലാം തന്നെ എത്തിച്ചത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി കഴിഞ്ഞ ദിവസം തന്നെ വൈദ്യുതി എത്തിച്ചു എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും അധ്യാപകരടക്കം വലിയ രീതിയിലുള്ള ഒരു സന്തോഷ പ്രകടനം ഇന്നലെ കാഴ്ചവെച്ചു. കാരണം വൈദ്യുതി ലഭിച്ചത് നമ്മുടെ ഈ വാസ കാരണമാണ് എന്നുള്ളൊരു കൃത്യമായ ഒരു സന്തോഷം ഇന്നലെ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. ഏതായാലും ഇനി അല്പം സമയത്തിന് ശേഷം തന്നെ നമ്മൾ ഈ പ്രേക്ഷകരിലേക്ക് ഈ കുട്ടികളുടെ ഒരു സന്തോഷവും അവരുടെ വൈദ്യുതി ലഭിച്ച വാർത്തയും ഉടനെ തന്നെ ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായും ബിനീഷ് ആന്റണി, എന്തായാലും സന്തോഷം നിറഞ്ഞ വാർത്ത തന്നെയാണ്. കേരള വിഷൻ ന്യൂസിന്റെ ഇടപെടലിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇടുക്കി മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവർ ഇരുട്ടത്തിരുന്ന് നാളത്തേക്കുള്ള പാഠങ്ങൾ, ഭാവിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ആ ഒരു ഇരുട്ടുമുറിയിലിരുന്നായിരുന്നു എന്നുള്ളതും കൂടിയാണ് നേരത്തെ ബിനീഷ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം കാണുകയും ചെയ്തു. കാരണം +2 ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നല്ലോ. എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതൊക്കെ നമ്മൾ ഇത് കണ്ട് നമ്മളത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതൊക്കെ അത് തന്നെ മുന്നിൽ കണ്ടാണ് ബിനീഷ് കൃത്യമായി ഈ ഒരു വാർത്ത പുറത്തെത്തിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അധികൃതരിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ആ അധികൃതർ ഇത് കണ്ടതിന് ശേഷം കണ്ണു തുറന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വൈദ്യുതി മുടങ്ങിയ ഈ ഒരു സാഹചര്യം കൃത്യമായി പഞ്ചായത്തിലേക്ക് എത്തുകയും പഞ്ചായത്ത് ആ വിഷയത്തിൽ ഇടപെടുകയും കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.